ഹായ്, ജഗനാണ്. ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പെഹൽഗാമിൽ സംഭവിച്ച, കാശ്മീരിൽ സംഭവിച്ച ഒരു കാര്യം നമ്മളിപ്പോൾ ന്യൂസിലൂടെയും മറ്റുമൊക്കെ അറിയുന്നുണ്ട്. ഏകദേശം 27 പേരോളം കൊല്ലപ്പെട്ടുവെന്നും കുറച്ച് കൂടുതൽ പേർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നുവെന്നൊക്കെ. പക്ഷേ ഒരു 3-4 വർഷക്കാലമായിട്ട്, അല്ലെങ്കിൽ ഒരു 4-5 വർഷക്കാലമായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കേട്ടിരുന്നൊരു സമയമൊന്നും ആയിരുന്നില്ല. മാത്രവുമല്ല, നമ്മുടെ കാശ്മീർ ടൂറിസം മേഖലയിൽ, പ്രധാനമായി പറയുന്നതെങ്കിൽ ടൂറിസം മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ കണ്ടിരുന്ന, അല്ലെങ്കിൽ ധാരാളം ടൂറിസ്റ്റ് പാക്കേജുകൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന, അതുമല്ലെങ്കിൽ ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പൊയ്ക്കൊണ്ടിരുന്ന ഒരു സമയം കൂടിയായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടം എന്നുള്ളത്. ശരിക്കും അതാണ് ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് അവസാനിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ഈവൻ എൻ്റെ ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും ഞാൻ വ്ളോഗിങ് തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആവുന്നുള്ളൂ. കാലമെന്ന് പോലും പറയാൻ പറ്റില്ല, ഏകദേശം 1-2 മാസം. ഞാൻ ആകെപ്പാടെ ചെയ്തത് വാരണാസി വീഡിയോസാണ്. വാരണാസി കുംഭമേളയൊക്കെ അടങ്ങുന്ന കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞാൻ ചെയ്തത്. അങ്ങനെയുള്ള എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലങ്ങളായിരുന്നു ഈ കാശ്മീർ എന്നുള്ളതും നേപ്പാൾ എന്നുള്ളതൊക്കെ. പക്ഷേ ഇനി ഇത്തരം ഒരു അവസ്ഥ, ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരം വ്ളോഗുകൾ ഞാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും ടൂറിസം മേഖലയ്ക്ക് ഉണ്ടായ വലിയൊരു അടി തന്നെയാണിത്. ഇനി കുറച്ച് സമയമെടുക്കുമായിരിക്കും ഇതെല്ലാം നേരെ ആവാൻ വേണ്ടിയിട്ട്. ചില യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ, കാശ്മീർ കോണ്ടൻ്റായിട്ട് വരുന്ന ചില യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ, അവിടുത്തെ ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്: ചോരയുടെ മണമുള്ള കാറ്റാണ് ഇവിടെ എന്നുള്ളത്. അങ്ങനെ ഒരു ചരിത്രം കാശ്മീരിന് ഉണ്ടായിരുന്നു എന്നാണ് സത്യം. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് നാളുകൾ എന്ന് പറയുന്നത് ആശ്വാസത്തിൻ്റെ നാളുകളായിരുന്നു അവിടെ താമസിക്കുന്നവർക്ക്. ശരിക്കും ഇതൊരു സിവിൽ വാറാണ്. അതായത് ഒരു പറ്റം ആളുകൾ ചേർന്ന് നടത്തുന്ന നിയമയുദ്ധമാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു നിയമയുദ്ധം. പക്ഷേ ഇതിനർത്ഥം പാകിസ്ഥാനിൽ താമസിക്കുന്ന എല്ലാ ജനങ്ങളും അങ്ങനെയാണ് എന്നുള്ളതല്ല. അവർക്കിതിൽ യാതൊരു പങ്കാളിത്തം കാണണമെന്നുമില്ല. നമ്മളെപ്പോലെ തന്നെ ഇതൊന്നും അറിയാതെ നിൽക്കുന്നവരായിരിക്കും അവർ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്തെന്നാൽ, കഴിഞ്ഞ ദിവസം ഈ ഒരു ന്യൂസ് റിലീസായ സമയത്ത് നമ്മളെല്ലാവരും ഇപ്പോൾ യൂട്യൂബിലൂടെയൊക്കെ ആണല്ലോ ന്യൂസൊക്കെ കാണുന്നത്. എന്നാൽ അതിൻ്റെ ഒരു കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പാകിസ്ഥാനിലുള്ള എല്ലാ ജനങ്ങളെയും അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് ഞാൻ കണ്ടത്. മാത്രവുമല്ല, ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവർ മുന്നിൽ വയ്ക്കുന്ന ഒരു ആയുധമാണ് ഈ മതം എന്നുള്ളത്. അതിനർത്ഥം ആ മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അത്തരത്തിൽ മോശപ്പെട്ടവരാണ് എന്നുള്ളതല്ല. ഒരുപക്ഷെ അവരുടെ ഉദ്ദേശം നടന്നിട്ടുണ്ടാവണം, നമുക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക എന്നുള്ളത്. അതാണ് ഞാൻ ആ കമൻറ്റ് സെക്ഷനിൽ കണ്ടത്. എൻ്റെ ചില അനുഭവങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോടൊപ്പം വയ്ക്കുവാണ്. അതായത്, ഞാൻ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. അവിടുത്തെ വർക്ക് സൈറ്റൊക്കെ കാണാനുള്ള ഭാഗ്യമൊക്കെ കിട്ടി. ആ ഒരു സമയം ഞാനൊരു പാകിസ്ഥാനിയുടെ കൂടെ അയാളുടെ ട്രക്കിലായിരുന്നു ചില സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നതൊക്കെ. ആദ്യമൊക്കെ ഒരു പാകിസ്ഥാനി എന്ന് കേൾക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അയാളെ തോക്കെടുത്ത് വെടിവെക്കുമോ, അല്ലെങ്കിൽ അയാൾ കൊന്നു കളയുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും പോകുന്ന വഴിനീളെ അയാൾ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ വാങ്ങി തന്നു, ജ്യൂസ് മേടിച്ച് തന്നു, ഓരോ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചു, പോകാൻ നേരം കുറച്ച് കാശ് തന്നു. അയാളുടെ കൊച്ചുമക്കളെ പോലെയുള്ള ഞങ്ങളെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു സ്നേഹപരമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഒരു പാകിസ്ഥാനിൽ നിന്ന് എനിക്ക് ഉണ്ടായത്. മാത്രമല്ല, മതപരമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ഇവർ ഗൾഫിൽ പോയ സമയത്ത് ഒരു മുറി ഷെയർ ചെയ്യുന്നത് ഒരുപക്ഷെ ഒരു 3-4 പേരായിരിക്കാം, അല്ലെങ്കിൽ ഒരു 7-8 പേരും ആവാം. ഇവർക്കിടയിൽ ഞാൻ ഇതുവരെ രാഷ്ട്രീയമോ മതപരമായിട്ടുള്ള സംസാരമോ ഒന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു പ്രവാസിയെ സംബന്ധിച്ച് അയാളുടെ മതമെന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുക, പണിക്ക് പോവുക, കാശുണ്ടാക്കുക, കുടുംബം നോക്കുക എന്നുള്ളത് മാത്രമാണ്. അവർക്കിടയിൽ ഇത്തരത്തിൽ മതപരമായിട്ടുള്ള സംസാരം ഞാൻ കേട്ടിട്ടില്ല. ശരിക്കും കാശ്മീർ നടന്ന ഈ ഒരു സംഭവം കൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, നമുക്കിടയിൽ, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കിടയിലോ ഒരു വാക്തർക്കം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അടിപിടി കൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ 1000 പേര് നന്നാവണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഈ ഒരു തിരിച്ചറിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ വേണ്ട നമ്മുടെ ഒരു ആഗ്രഹം എന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം എന്നത്, ഇത് ചെയ്ത ആളുകൾക്കെതിരെ പാകിസ്ഥാൻ ഇതിന് ബന്ധമുണ്ടെന്ന് അറിയുന്നു. സൈഫുള്ള കസൂരി അയാളാണ് ഇതിന് മുന്നോടിയായി നിന്നത്. അങ്ങനെയെങ്കിൽ അയാളെ, അല്ലെങ്കിൽ ആ ഒരു തീവ്രവാദം ചെയ്ത ആളുകളെ എതിർക്കുക എന്നുള്ളതാണ്, അവർക്കെതിരെ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തമ്മിൽ അടിപിടി കൂടുക എന്നുള്ളതാണ്. ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്.